വായു 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 വാ. പരീസക്കുട്ടി നന്ദി ഇവിടെ ഓടി കളിച്ച കഥയാ നന്ദ പറയണേ. ആ പടി കഴിഞ്ഞു ഇനി നീ വേണ്ട കേട്ടോ. ആ പരി മുട്ടുത്തി അഴിഞ്ഞ സ്ഥലങ്ങളാല്ലേ ഇതൊക്കെ. ആ മെല്ലെ കേറിട്ടക്കൂ. ഒരു വട്ടം കിട്ടിയത് ഓർമ്മല്ലേ? ഇന്നലെ ആ ഇടി ഉണ്ടല്ലോ, ഞാൻ എഡിറ്റ് ചെയ്തപ്പം അപ്പോഴാണ് ഞാൻ ആ വീഡിയോ കാണുന്നുട്ടോ. ഞാൻ കണ്ടില്ലായിരുന്നു കാറ് കയറുമ്പോ അങ്ങനെ തല ഇടിച്ച കാര്യം ഇന്നലത്തെ വീഡിയോയില്. ഞാൻ ആ വീഡിയോ ഇട്ടിട്ട് ഞെട്ടിപ്പോയി. അതിലിങ്ങനെ തലക്കെട് എന്ന് പറഞ്ഞ് ഇടിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. നല്ല വേദനിച്ചില്ല എനിക്ക്. കാറിന്റെ മേലെ പൊങ്ങിയിട്ടുണ്ട് കുറച്ചൊന്ന്. അയ്യോ മിഠായി പോകുമ്പോഴേ കിട്ടുള്ളൂ, വരുമ്പോ തന്നെ കിട്ടില്ല. വരുമ്പോ തന്നെ എടുക്കാൻ പറ്റില്ല. എന്താ തൊട്ടില് എനിക്കറിയില്ല. പരീയുടെയാണോ അത്? ബേബി കളിക്കണേണോ? എന്താ എടുത്തിട്ടിരിക്കണേ? അവിടെ തന്നെ വെച്ചേ. കഴുത്തിലിടണേ അല്ല, അങ്ങനെയല്ല, ബാക്ക് കൂടെ തിരിച്ച്. എങ്ങനെയുണ്ട്? അവിടെ വെക്കുക, നമുക്ക് വേണ്ട. കുഞ്ഞി ബേബിയുടെയാ. ബേബീനെ അറിയില്ല, അവിടെ വെക്ക് നീ. അത് എന്താണ്? എന്താ കാര്യം പറ. ആ നന്ദേന്റെ ഡ്രസ്സാണല്ലേ അത്. പണ്ട് നന്ദയ്ക്കുള്ള ഡ്രസ്സ് അല്ലേ? അച്ചട്ട് തന്ന ഡ്രസ്സ് പണ്ട് അല്ലേ? വലിയ സൈസ് വാങ്ങിക്കും ശ്രീ. എന്നാലോ 4 ഏക്കറല്ലേ? ആ എനിക്കറിയില്ല. ഓ ഇനി ഇത് തേങ്ങ വാങ്ങാൻ പറഞ്ഞ അതിലൂടെ ഇനി ഒരു വീഴ്ചപ്പോ അവിടെ കാണാട്ടോ. ഒരു ശ്രദ്ധ ഇല്ലാത്ത ആളാണ് ഈ അക്കു. എന്തിനാ ഓടി വരുന്നേ? എന്താ പറയണത്? തട്ടിപ്പിടിച്ചു കൊണ്ടുപോകുന്നേ. എങ്ങനെയാ പിടിച്ചു കൊണ്ടുപോണേ? തട്ടിപ്പിടിച്ചല്ല, തട്ടിക്കൊണ്ടുപോകുന്നേന്നാണ്. അമ്മേ സർക്കസ് വേണ്ട നന്ദാ. ഈശ്വരാ, അപ്പം മറിഞ്ഞിട്ട് വീഴുപോടുന്നു. അവിടെ ഇരുന്നോ, അവിടെ പോയിട്ട് ആ ട്രോളിയിൽ ഇരുന്നോ. അവിടെ ഇരിക്കണ്ട നീ. അജു കൊണ്ടുപോയപ്പോ പറയണേ, അയ്യോ നാട്ടുകാരെ തട്ടിപ്പുട്ടി പോകുന്നു. ഇരിക്കണ്ട, ഇത്തിരി നേരം അവിടെ നിക്ക്. ഇറക്കി വിട്ടിട്ട് ഇത് കൂടെ ഓടാനല്ലേ, നടക്കൂല. മെല്ലെ നടക്കുകയല്ല. ഈ അന്നെ ഇവിടുന്ന് കാണാതെ എത്ര വട്ടം ഞാൻ തെരഞ്ഞു നടന്ന് കിട്ടിയതാ അറിയോ. ഇനി ഞാൻ ഇറക്കൂല, അവിടെ ഇരുന്നാ മതി. ആര് കരഞ്ഞാലും കരഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അച്ചടുത്ത് പോണ്ട. ഇവിടെ കരഞ്ഞ എന്താ പ്രശ്നം എന്നറിയോ? ഇവിടുത്തെ ചേട്ടന്മാരങ്ങോട്ട് വന്ന് പിടിച്ചോണ്ടോ ആരാ കരയണ കുട്ടികളെ ചോദിച്ചിട്ട്. എന്നാ അടങ്ങി അവിടെ ഇരിക്കി. അപ്പല്ലേ ഒരു സമയത്ത് ഒരാള് വന്നിട്ട് ചോദിക്കുകയാണ്, ഫ്രീ ആയിട്ട് തലകെട്ടി. അയ്യോ ഈ കരുതി ഫ്രീ ആയിട്ട് തരുന്നു അല്ലേ? മണ്ടൻ.
അപ്പൊ അയാൾ പറഞ്ഞു go and tell your father. He'll buy for you. എന്താണ്? Go and tell your father. He'll buy for you. എന്റെ അച്ഛക്ക് വാങ്ങിച്ചു തരൂല അറിഞ്ഞൂടേന്നോ? അക്കങ്ങോട്ട് ഓടി. അല്ല മേലെ ലവ് ഉണ്ട്. ആ ലവാണ്. ആ ലവിന്റെ ഉള്ളിലാണ് ഐസ്ക്രീം. അതാണ് പറയണത്. കുട്ടി പഠിച്ചു. ഒരു ചോക്ലേറ്റ് തരുമോ? ഒരു ചോക്ലേറ്റ് തരുമോ? പിന്നെ ചോക്ലേറ്റ് അല്ലേ ഇത്? ഇത് ചോക്ലേറ്റ് അല്ലേ? ഇത് ചോക്ലേറ്റ് അല്ലേ? മിഠായും ചോക്ലേറ്റും രണ്ടും രണ്ടാണോ? മിഠായും ചോക്ലേറ്റും രണ്ടും രണ്ടാണോ? പാത്ത് വെക്കണം. എല്ലാം തീർന്നിട്ട് 4 എണ്ണമുള്ള കവർ പാത്ത് വെക്കണം അല്ലേ? അലമാരയിൽ വെക്കണ്ട കേട്ടോ. എടാ കാറ്റ് കിട്ടാനാണോ അവിടെ കയറ്റിച്ചേ? എടാ ചോക്ലേറ്റും മിഠായും രണ്ടും രണ്ടാത്രേ, വേറെ വേറെ അത്രേ. ഞാൻ ചോദിച്ചൊരു ചോക്ലേറ്റ് തരുമോന്ന്. അപ്പൊ ഓള് പറയാം അപ്പൊ ചോക്ലേറ്റ് എങ്ങനെയാ? ചോക്ലേറ്റ് അമ്മ തിന്നത് പഞ്ഞി മിഠായി. ആമ പഞ്ച് മിഠായി. അച്ഛൻ വരുന്നവരോട് ഇരുന്നോ? മജവായിരിക്കുന്നേ പഞ്ച് മിഠായി. മജവായിരിക്കുന്നേ അന്ന കോഴിയോള് പെട്ടെന്നോട് ഓർമ്മ വന്നിട്ടുണ്ടാവും. ഉറക്കത്തിനല്ലടി മോളെ. എന്തൊക്കെ പാല് കൂടി നിർത്താനായിണ്ട്. ഇനി നിനക്ക് പച്ചവെള്ള ഫ്രിഡ്ജിത്തെ പാല്. മിഠായി വീടാ. ബേബിന്റെ പേരെന്താ? കുഞ്ഞു ബേബി അല്ല, കൺമണി. ചന്ദനപ്പൊടി ഇട്ടിരുന്നേ. അന്നെ തന്നെ നോക്കുണ്ടല്ലോ കൺമണി. ഞങ്ങൾ കൺമണിക്കുട്ടീന്റെ കുറച്ച് ഫോട്ടോ എടുക്കാൻ കൊണ്ടുവന്നതാട്ടോ. ഹരി തുമ്മിയോ? ഞങ്ങൾ കൺമണിക്കുട്ടി നാട്ടിൽ പോവാണെന്ന്. അപ്പം ഞങ്ങൾ വിചാരിച്ചു കുറച്ച് ഫോട്ടോ എടുക്കാം ബേബിയുടെ എന്ന്. അല്ലേ പൊന്നു? ഇഷ്ടപ്പെട്ടോ? നമുക്ക് എടുക്കില്ലേ അപ്പം? നമുക്ക് ഹണി ആൻറ്റീനോട് തരാൻ പറയാല്ലേ കുട്ടീനെ? ആരെ കൂടെ കിടത്തും? തൊട്ടിയിലോ? അപ്പൊ നന്ദ എവിടെ കിടക്കും? ബേബിനെ തൊട്ടിലും കിടത്താം അല്ലേ? എന്നാ ഇവിടെ നിന്നട്ടോ. ഇനി മുതൽ വീട്ടിൽ പോകണ്ട കേട്ടോ. വീട്ടിലേക്ക് പോകണ്ട കേട്ടോ. നിങ്ങള് ഇവിടെ നിന്നാട്ടോ. അയ്യോ വാളയൊക്കെ ഇട്ടുണ്ടോ? വാളയൊക്കെ ഇട്ടുണ്ടോ നിങ്ങള്? അമ്മ എടുക്കണം പറയുന്നു. കണ്ടോ അമ്മനെ നോക്കുന്നു. ബ്ലൂ ആണോ അത് കളറ്? അത് പച്ച കളറും അല്ലേ? ബേബിക്ക് പച്ച കളർ വളയാണ് അത്ര ഉള്ളത്. പച്ചയെ നന്ദയ്ക്ക് അറിയുള്ളൂ. നന്ദയ്ക്ക് ഇഷ്ടമുള്ള കളർ പച്ചയാ. അത് പൂക്കളാണ്. പൂക്കള്. കുമ്പയാണ് കേട്ടോ. അത് ബേബിയുടെ കുമ്പയാണ്. അത് അന്നെ നോക്കുന്ന ചേച്ചി വിളിക്കണ്ടോ? കാലുമ തൊട്ടോ? അയ്യോ ചേച്ചി വിളിച്ചു. എന്ത് പൊന്നു നോക്കിയതാണോ? എന്നെ തന്നെ നോക്കുന്നോള്. ചേച്ചീനെ ഇഷ്ടപ്പെട്ടു കേട്ടോ ബേബിക്ക്.
വേണ്ട വേണ്ട, ആ കുപ്പിപ്പാലൊന്നും നീ കൊടുക്കാൻ പറ്റൂല. അത് നിന്റെ പാലല്ലേ. ബേബി ഫ്രിഡ്ജിലെ പാലൊന്നും കുടിക്കൂല. നന്ദ ഫ്രിഡ്ജിലെ പാല് കുടിച്ചാ മതി ഇനിട്ടാ. അമ്മ കൊടുക്കട്ടെ എന്നാ ബേബിക്ക് പാല്. ഒച്ചട പൊന്നേ. കേട്ടോ, നന്ദ ചേച്ചി ഇനി ഫ്രിഡ്ജിലെ പാല് കുടിച്ചോളാന്ന്, ബേബി പാല് കുടിച്ചോളാൻ പറഞ്ഞു കേട്ടോ. സന്തോഷായില്ലേ? ഞാൻ തൊടുന്നില്ല. ഉറങ്ങിയില്ലേ? അല്ലെ പാട്ട് കേട്ട് ഉണർന്നാവും. എന്തിനാ നോക്കുകയാണോ? ഇന്നലെ ചിക്കു പ്രാങ്ക് ആക്കിയത് കണ്ടല്ലോ അല്ലെ? കോക്കു അമ്മേനെ പറ്റിച്ച വീഡിയോ കണ്ടില്ലേ അക്കു? എന്താ അക്കു തോന്നിയത്? അക്കുവിന് എക്സാമിന് വേണ്ടി കൊണ്ടുപോയതായിരുന്നു കേട്ടോ. ഞാൻ സ്കൂളിലായിരുന്നു ആക്ച്വലി ചിക്കു വിളിക്കുമ്പോൾ. അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് എല്ലാരും കൂടി വന്നൊരു വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ആരും ആ ടൈമിന് എത്തൂല. ഇതന്നെ ഇപ്പൊ രാത്രിയാണ്, 10:30 ആയിട്ട്. അജു വന്നിട്ടില്ല, സു വന്നിട്ടില്ല. അപ്പൊ ഞാൻ തൽക്കാലം കരുതി ഇത് ഇനി വൈകിയാല് അങ്ങ് പോയില്ലേ. അപ്പൊ ഞാൻ കരുതി ഞങ്ങളൊരു എക്സ്പ്ലനേഷൻ അല്ല, അന്ന് ഉണ്ടായൊരു സംഭവം പറഞ്ഞു തരാം. ഞാൻ ശരിക്കും അവളെ അച്ഛനൊക്കെ വീഡിയോ കോള് വിളിക്കണം എന്നിട്ട് വീഡിയോ എടുക്കണം എന്ന് കരുതുന്നു കേട്ടോ. അതൊന്നും നടക്കും തോന്നുന്നില്ല. കാരണം എല്ലാരും എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്ത തന്നെ എല്ലാരും തിരക്കാണ്. പിന്നെ ഞാനും കുട്ടികളും അപ്പൂന്റെ എക്സാം. അപ്പൊ ഞങ്ങൾ അങ്ങനെ തിരക്കായി പോയോണ്ടാണ് ലോങ് വീഡിയോ ഒന്നും ഇടാൻ പറ്റാഞ്ഞത്. എന്താ ആ അപ്പം അമ്മ ഇതിൽ നോക്കി കോക്കും അമ്മേനെ പറ്റിച്ച കഥ പറയട്ടെ കേട്ടോ. അപ്പൊ ചിക്കു വിളിക്കുമ്പോ ആക്ച്വലി ഉണ്ടല്ലോ ഞങ്ങള് അക്കുവിന്റെ സ്കൂളിലായിരുന്നു. അപ്പൊ അവിടുന്ന് സ്കൂളിലായോണ്ടാണ് ഞാൻ അത്രയും നല്ല രീതിക്ക് അവളോട് സംസാരിച്ചത്. ചിലപ്പോ ഞാൻ ദേഷ്യപ്പെട്ടേനെ. കാരണം ചിക്കു പറഞ്ഞ പ്രകാരം അവൾക്ക് പറ്റിയൊരു അബദ്ധം എന്ന് പറഞ്ഞല്ലോ. ചിക്കുവിന് ഇങ്ങനെ പല അബദ്ധം പറ്റാറുണ്ട്. ചിക്കുവിന് ഒരിക്കൽ ഇതേപോലെ ഒരു പൈസ ഒരാൾക്ക് കൊടുത്തിട്ട് അത് കറക്റ്റ് ഇന്ന ദിവസത്തിന് എന്ന് പറഞ്ഞ് കിട്ടാതെ ചിക്കു പാടുപെട്ടിട്ടുണ്ട് കുറെ. അപ്പൊ ഞാനൊരു ഓപ്ഷൻ എന്നുള്ള പോലെ സ്വർണം പണയം വെച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് എല്ലാത്തിനും ഉള്ള ഒരു പ്രതിവിധിയാണ് ഗോൾഡ് വെച്ചാൽ മതി എന്നുള്ളത്. എന്ത് പ്രശ്നങ്ങൾക്ക് എനിക്ക് മനസ്സിൽ വരുന്ന ആദ്യത്തെ പ്രതിവിധി സ്വർണം വെച്ചാൽ മതിയല്ലോ എന്നാണ്. അതിപ്പോ അവളെ സ്വർണം വെച്ചാൽ മതിയല്ലോ എന്നല്ല ഞാൻ ചോദിക്കുന്നത്. വീട്ടിലുള്ള സ്വർണം അതിപ്പം അവളതാണെങ്കിലും എനിക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവളത് അമ്മയുടെ അങ്ങനെ ഒന്നുമില്ല. അത് നമുക്ക് ആർക്കാ പ്രശ്നമുള്ളത്. അപ്പൊ അമ്മ ഇത്ര വേണമെന്ന് പറഞ്ഞാൽ മതി. അതാണ് ഞങ്ങളുടെ അമ്മയാണ് ആ പണയത്തിന്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കുക. അപ്പൊ ഞാൻ അതാണ് ആലോചിച്ചത്. കാരണം ഓർണമെന്റ്സ് ആയിട്ട് ഇപ്പൊ ഇത്രയും എമർജൻസി ഉള്ള കേസിൽ നമുക്ക് മറ്റുള്ളവരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. കാരണം ആരും അങ്ങനെ നമുക്ക് കൂടുതൽ പൈസ വെച്ച് ജീവിക്കുന്നവരൊന്നും ആവില്ല. എല്ലാവർക്കും അവരുടെ ചുറ്റുപാടുകളും തിരക്കും പറഞ്ഞ പോലെ തന്നെ എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു പൈസ ചോദിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം അതല്ലേ എടുക്കുക. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് പേടിക്കണ്ടല്ലോ, സ്വർണം വെച്ചാൽ പോരേന്ന് ആലോചിക്കുന്നത്. കാരണം അങ്ങനത്തെ ഒരു വായ്പ നമുക്ക് കിട്ടുന്നത് ഈസി അല്ലേന്ന് കരുതിയിട്ട്. അതാണ് ഞാൻ ചിക്കുനോട് പറഞ്ഞത് സ്വർണം വെച്ചാൽ മതിയല്ലോ. അതെന്ന് പറഞ്ഞാല് ചിക്കുവിൻ്റെത് അങ്ങനെയെന്ന് വിചാരിച്ച് പറഞ്ഞല്ലോ, നിന്റെ സ്വർണം പോയി വെക്കുന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് സ്വർണം വെക്കാന്നുള്ളൊരു ഓപ്ഷൻ ഞാൻ പറഞ്ഞു കൊടുത്തതാ. അപ്പം അത് പിന്നെ എനിക്ക് എന്താ വെച്ചാല് ഇതിലൊക്കെ ഞാൻ സുഭാഷേട്ടൻ എന്താ പറയുന്നത് വെച്ചാല് സൂന് അപ്ലൈ മനസ്സിലായിരുന്നു എന്നാ പറയണത്. എന്തോ ഇത് സത്യമല്ല എന്തോ അങ്ങനെ പറഞ്ഞു. കാരണം സു പറയണത് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു എമർജൻസിക്ക് അവള് എന്നെയല്ല ആദ്യം വിളിക്കേണ്ടത്, സുഭാഷേട്ടനോടാ വിളിച്ച് പറയാം അങ്ങനെ എന്തോ ഒരു പ്രശ്നം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ് സാധാരണ. അപ്പൊ സുഭാഷേട്ടനോട് ചോദിക്കുന്ന പോലും പറയാതെ എൻ്റെ അടുത്ത് ചോദിക്കുന്നു പറഞ്ഞത്. അപ്പൊ അജു അവിടെ നിന്ന് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങള് അക്കു എക്സാമിന് എഴുതാൻ ഉള്ളിൽ പോയോണ്ട് ഞങ്ങൾ ഇങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്യാണ്. അപ്പൊ അജു എന്റെ കൂടെ അടുത്ത് നിന്ന് ചോദിക്കുന്നുണ്ട് എന്താ പ്രശ്നം. ഞാൻ അങ്ങനെ ഞെട്ടുന്ന കണ്ടിട്ട് ആകെ പ്രശ്നമായോന്നൊക്കെ ഞാൻ അങ്ങനെ ചോദിക്കുന്നുണ്ട്. പിന്നെ അജുവിന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. അജുവിന് ചാടി പുറപ്പെടാനേ അറിയുള്ളൂ. അതിപ്പോ അജുവിന് പറ്റിയ അബദ്ധങ്ങളെ കണക്കാണെങ്കിൽ വലുതാണ് കേട്ടോ. അവൻ അവിടെ ഏതൊരു ഫ്രണ്ടിന് ഇതേപോലെ കുറെ പ്രശ്നങ്ങളൊക്കെ ആയി ആ പൈസ മൊത്തം അവൻ ഇപ്പൊ അടുത്തതിന്റെ അടവൊക്കെ അടച്ച് തീർത്തിട്ടുള്ളൂ. അങ്ങനത്തെ ടൈപ്പാണ് അജുവിന് ഇപ്പൊ ഞാൻ പറ്റിച്ചാലും അങ്ങനെ തന്നെ. ഞാനിപ്പോ ചോദിച്ചാൽ അവന്റെ കയ്യിലുണ്ടെങ്കിൽ അത് എത്രയാച്ചാ അവ എടുത്തു തരും. അത് നല്ല ശീലാണോ ചീത്ത ശീലാണോ എന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെയാണോ വേണ്ടതെന്നും എനിക്കറിയില്ല.
കുറച്ചൊക്കെ ചിന്തിച്ചൊക്കെ ചെയ്യണം എന്നുള്ളത്. അത് കൊടുക്കരുത് എന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ചിക്കുവിന്റെയും ഞങ്ങളെ ഒന്നും പ്രശ്നത്തിന് ഞങ്ങള് എന്താ പറയാ, അങ്ങനെ പ്രശ്നം വന്നു കഴിഞ്ഞാല് നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ എനിക്കാണെങ്കിലും എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും അത് എനിക്കായിട്ട് നിൽക്കണ്ട, അത് ഞാൻ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞാൽ മതി. അമ്മ അങ്ങനെ ഉണ്ട് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിക്കു ആണെങ്കിലും അതെ, അജു ആണെങ്കിലും അതെ, എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്നിച്ച് തന്നെയാണ് അവർ ചെയ്തു തരിക. അതിപ്പോൾ എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാവുമെന്ന് എനിക്കറിയാം. എന്താ പറയാ, നമുക്ക് ആ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, അതങ്ങനെ വലുതാണ്. പിന്നെ ഇന്നിപ്പോൾ ഇന്ന് ഞാൻ അടുത്ത വീട്ടിലെ ഒരു കുഞ്ഞു ബേബി ഉണ്ടായിരുന്നു. ഞാൻ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കൺമണി എന്നുള്ള. അപ്പൊ അവര് നാട്ടിൽ പോകണം, അതിന്റെ മുന്നേ ബേബിന്റെ കുറച്ച് ഫോട്ടോസ് എടുക്കണമെന്ന് ഞങ്ങളൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ കുട്ടികളെ. വലിയ ഫോട്ടോഗ്രാഫർ ആയിട്ടല്ല, പക്ഷെ നമുക്ക് കുട്ടീനെ ഇങ്ങനെ പൊതിഞ്ഞൊക്കെ വെച്ച് ഫോട്ടോ എടുക്കണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ. അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ അതിന്റെ തിരക്കിലായിരുന്നു മൊത്തം. പിന്നെ അക്കുവിന്റെ ഒരു പ്രൊജക്ട് ഉണ്ടായിരുന്നു, അതിന്റെ വർക്കിനുള്ള അവനെ ഹെൽപ്പ് ചെയ്യാനുള്ള കുറച്ച് മാറ്റേഴ്സ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ ഞങ്ങൾ ആ തിരക്കായതുകൊണ്ട് ചിക്കു എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വീഡിയോ ഇട്ട കാര്യം പറയാനാവും ചിലപ്പോൾ എന്നെ വിളിച്ചത്, പക്ഷെ ഞാനപ്പോൾ കട്ട് ചെയ്തു. കാരണം എനിക്കത് പറയാൻ ഇത് ഈ ബാറ്ററി ഒന്നാമത് ചാർജ് ഇല്ല, എന്റെ ഫോണിൽ ചാർജ് ഇല്ല. അപ്പം ഞാൻ അതുകൊണ്ട് അങ്ങനെ കട്ട് ചെയ്ത് വിട്ടു. അതൊക്കെ കഴിഞ്ഞ് ഒരു 10 മണിയായിട്ട് ഈ കുട്ടിയും ആ കുട്ടീനെയൊക്കെ വീട്ടിൽ കൊണ്ടാക്കി ഞാൻ തിരിച്ചു വന്ന് നോക്കുമ്പോണ്ട് ചിക്കുവിന്റെ മിസ് കോള് ഈ വീഡിയോ എനിക്ക് അയച്ചു തന്നിരിക്കുന്നത്. ഞാൻ നോക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയിട്ടോ. പണ്ടത്തെ കഥകളാണ്, സത്യമാണ്, അതൊക്കെ ഉണ്ടായ കഥകൾ തന്നെയാണ്. പിന്നെ കേൾക്കുമ്പോൾ എനിക്ക് തന്നെ ചിരി വന്നു. ഇപ്പം എല്ലാവർക്കും എത്ര എഫക്റ്റ് ഉണ്ട് ആ കഥകളൊക്കെ കേൾക്കുമ്പോൾ അറിയില്ല, എനിക്കെന്തോ ആലോചിച്ച് ചിരിച്ചു വന്നു. ആമ കടിച്ചു എന്ന് പറഞ്ഞ സത്യമാണ്. ആ കഥയുടെ എക്സ്പ്ലനേഷൻ ഇങ്ങനെയാണ്. ആമ ഞങ്ങള് വഴിയിൽ നിന്ന് കിട്ടിയൊരു കുട്ടി ആമയാണ്. നമുക്ക് റോട്ടിൽ കൂടെ നടന്നു പോണ കിട്ടിയ ആമയെത്തിയാ തോന്നുന്നു കേട്ടോ. അതിനെ ഞങ്ങൾ വളർത്തി. അത് കരയാമയാണോ എങ്ങനത്തെ ആമയാണോന്ന് അറിയാം. ഞങ്ങൾ വെള്ളത്തിലിട്ടാ വളർത്തിയ ഫുഡൊക്കെ കൊടുക്കും. ഞങ്ങൾ ഈ ആമേനെ ഇങ്ങനെ എടുത്ത് പറത്തും, ഇങ്ങനെ കൂടി കാട്ടും സ്പീഡിൽ. അപ്പൊ ആമ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കും. അപ്പൊ ഞങ്ങൾക്ക് അതിനെ ഭയങ്കര ഇഷ്ടം. ചെറിയ കുട്ടി ആയപ്പോ തൊട്ട് കിട്ടിയതാണ്. അപ്പൊ ഞങ്ങൾ അത് കടിക്കോ ഇല്ലേ അങ്ങനെയൊന്നും ചിന്തിക്കുന്ന പോലും ഇല്ല എന്നുള്ളത് വേറെ കാര്യം കേട്ടോ. അപ്പം ചോറ് വറ്റൊക്കെയാണ് ആമയ്ക്ക് കൊടുക്കുക, ആമ തിന്നും, എല്ലാം കഴിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഞാനൊരു ദിവസം ഇങ്ങനെ ആക്കുമ്പോൾ ആമ അങ്ങനെ വായും തുറക്കുന്നുണ്ട്, കാലിട്ട് ഇങ്ങനെയും കാട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ വായിൽ അങ്ങനെ പല്ലായിട്ടൊന്നും കണ്ടില്ല, പക്ഷെ ഞാൻ വിരല് വെച്ചു കൊടുത്തു. ആമ കടിച്ചു മുറിച്ചു. എനിക്ക് ഷോക്കായിരുന്നു അത് സത്യം പറഞ്ഞാൽ. ഞാനും ചിക്കു പറഞ്ഞ പോലെ എനിക്ക് നല്ല കടി കിട്ടി. അപ്പോഴും കടി കിട്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ ചിക്കുവും എല്ലാവരും ആമേനെ, അജു ഒക്കെ ആണെങ്കിൽ ആമേനെ ഇങ്ങനെ പിടിക്കണ. ഞാനും അജുവാണ് ഇതിലേക്ക് കടി കിട്ടിയപ്പോൾ ഞാനും അജു ഉണ്ടായിരുന്നെ. ചിക്കു സ്കൂളിട്ട് വരികയാണ്. സ്കൂളിട്ട് വന്നപ്പോൾ ഞാൻ ചിക്കുനോട് പറഞ്ഞു, ചിക്കു ആമേന്റെ വായിൽ കൈ വെച്ച് നോക്ക്, നല്ല രസമുണ്ട്. ആമ അങ്ങനെ ഞാൻ നാക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ചിക്കു പറഞ്ഞു പിന്നെ ആണോ. അപ്പൊ വെക്കാൻ പോയപ്പോ പിന്നെ എനിക്കൊരു ഇതായിട്ടോ, നമ്മൾ പറഞ്ഞില്ല എന്ന് പറയരുത്, അങ്ങനെയാണല്ലോ നമ്മൾ പണ്ട് പണി കൊടുക്കും വേണം. എന്നാ പറഞ്ഞില്ലാന്ന്, ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറയും ചെയ്യാം. അമ്മയൊക്കെ ചീത്ത പറഞ്ഞാൽ പറയാം, ഞാൻ അവളോട് നേരത്തെ പറഞ്ഞാന്ന് പറയാൻ വേണ്ടിട്ട് ഞാൻ ചിക്കോട് പറഞ്ഞു, ചിക്കോ വേണ്ടട്ടോ അത് കടിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ പറയുമ്പോ തന്നെ ചിക്കു അത് വിശ്വസിക്കൂല. അപ്പൊ ചിക്കു നേരെ കൊണ്ടുപോയിട്ട് ആമയ്ക്ക് ഇങ്ങനെ കൈ വെച്ചു കൊടുത്ത്. എന്റെ ദൈവമേ, ചിക്കുവിന് കിട്ടിയ കടി വല്ലാത്ത കടിയായിരുന്നു. അവള് കയ്യിൽ നിന്ന് ആമ വിടുന്നില്ല. അങ്ങനെ അവള് ഇങ്ങനെ കൈ ഇങ്ങനെ ഇങ്ങനെ ഒരു കുടഞ്ഞതിന് ശേഷമാണ് ആമ തെറിച്ച് വീണത്. അതിന് ശേഷം ആർക്കും ആമേനെ പിന്നെ വേണ്ട, ബക്കറ്റിലിട്ട് ആമേനെ ഇങ്ങനെ നോക്കുക എന്നല്ലാതെ മറ്റേത് ആമക്കുട്ട ഒഴിഞ്ഞു കൊടുക്കുന്നു, ഇടുക്കണ്, പറത്തുന്നു, എന്തൊക്കെയായിരുന്നു എന്ന് പറയാം. ആമേനെ ഇങ്ങനെ ബക്കറ്റിലിട്ട് നോക്കി നിൽക്കും ആൾക്കാർ. അങ്ങനെ അതിനെ ശ്രദ്ധിക്കാതെ തോന്നുന്നു ഒരു ദിവസം അത് ബക്കറ്റിൽ നിന്ന് ചാടി പുറത്തു പോയി. അത് വന്ന വഴി തന്നെയാണ് തോന്നുന്നു. അതിങ്ങനെ ഞങ്ങളുടെ തെങ്ങുംതടത്തിൽ ഇങ്ങനെ കിടന്ന് മണ്ണ് മാന്താൻ തുടങ്ങി. അപ്പൊ എല്ലാരും പറഞ്ഞു ഇത് വെള്ളത്തിൽ കിടക്കണ ആമയല്ല, കരയാമയാവുമെന്ന് പറഞ്ഞു. അങ്ങനെ അത് പിന്നെ ഒരു കുഴി ഉണ്ടാക്കണ കണ്ടു നമ്മുടെ തെങ്ങിന്റെ തടത്തില്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ആമേനെ തന്നെ കാണാതെ. അപ്പൊ എല്ലാരും പറഞ്ഞു, ഞങ്ങൾക്ക് അപ്പൊ സങ്കടമൊന്നും തോന്നിയില്ല. കാരണം ഇതൊരു ഭയങ്കര ഒരു ഇതായിട്ട് നമുക്ക് ആ ഇഷ്ടമൊക്കെ പോയി. മറ്റേത് ആമക്കുട്ടനൊക്കെ പോയ വീട്ടിൽ കരച്ചിലും ബഹളമൊക്കെയാണ്. അതൊന്നും ആർക്കും വലിയ എഫക്റ്റ് ഉണ്ടായില്ല. അതങ്ങനെ മണ്ണിൽ കുഴി ഉണ്ടാക്കി പോയി തോന്നു കേട്ടോ. പക്ഷേ ഇപ്പൊ അടുത്ത് ഞങ്ങളെ പറമ്പിന്ന്, ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കഥ കേട്ടോ. ഇപ്പൊ അടുത്ത് ഞങ്ങളെ പറമ്പിന്ന് ഡുട്ടു, ഞങ്ങളെ പട്ടിക്കുട്ടൻ ഇങ്ങനെ കുരയ്ക്കുന്ന കണ്ടപ്പോ നോക്കുമ്പോ വലിയ ആമ ഞങ്ങളെ മുന്നില്. അപ്പൊ നമുക്കൊരു മനസ്സിന്റെ ഒരു തോന്നലാണ്, അന്ന് പോയ ആമ നമ്മളെ ഈ പരിസരത്ത് എവിടെ ഉണ്ടായതാവുന്നത്. അതൊന്നും ആവൂല കേട്ടോ, വെറുതെ നമ്മള് ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കുകയാണ്. അതങ്ങനെ ഒരു കഥ. പിന്നെ ചിക്കു പറഞ്ഞ കഥ, സോപ്പ് തേക്കുമ്പോ ഞാൻ പറ്റിച്ചു, അങ്ങനെ ഓള് ഇങ്ങനത്തെ കഥകളെന്നല്ലേ. ഈ സോപ്പിനെ കുറിച്ച് വേറൊരു കഥ ഉണ്ട്. ഇവക്ക് ഉണ്ടല്ലോ, നമ്മളൊരു പണ്ടൊരു പരസ്യം ഉണ്ടായിരുന്നു, തുളസിയും ഒക്കെ ഇങ്ങനെ അരച്ച് ഇങ്ങനെ ഊതുമ്പോ സോപ്പായിട്ട് വരും. എന്നിട്ട് ആ സോപ്പ് കൊണ്ട് ഒരു പച്ച കളറുള്ള സോപ്പ്, കൃഷ്ണ തുളസിയുടെ ഇതെന്നൊക്കെ പറഞ്ഞിട്ടൊരു സോപ്പ്. അപ്പം ഇവിടെ ചിക്കു ചോദിക്കും എൻ്റെ അടുത്ത്, ഇങ്ങനെ അരച്ച സോപ്പ് ആവുമോന്ന് ചോദിക്കും. അങ്ങനെ അരച്ച് ഇങ്ങനെ തുളസി അരച്ച സോപ്പ് ആവുമോന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയും ആവും, കാരണം ചിക്കു അല്ലേ, പറ്റിക്കാൻ എളുപ്പമാണ്, അങ്ങനെ ആവുമെന്ന് പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞു ഒരു ദിവസം
ചിക്കു കുളി കഴിഞ്ഞ് വന്ന്, ചിക്കു നല്ല വെളുത്തിട്ടായിരുന്നു കേട്ടോ. അപ്പം കുളി കഴിഞ്ഞ് വന്ന ചിക്കുണ്ട് ചുവന്ന് തുടുത്ത് ആകെ ചൊറിഞ്ഞ് മാന്തി മേലും മുഖത്തും ഒക്കെ ചൊറിഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പം ആർക്കും മനസ്സിലായില്ല അതെന്താ പറ്റിയതെന്ന്. പക്ഷെ എന്താ സംഭവം എന്ന് ഞാൻ പോയി ബാത്റൂമിൽ പോയി നോക്കുമ്പോൾ പച്ച നിറാണ്. ബാത്റൂമിൽ മൊത്തം പച്ച നിറം. ഒരു തിരുമണ കല്ലും ഉണ്ട് ബാത്റൂമിൽ തന്നെ, അങ്ങനെ കെട്ടി വെച്ചൊരു കല്ലും ഉണ്ട്. അതിമയൊക്കെ പച്ച നിറം കിടക്കുന്നുണ്ട്. അപ്പം പിന്നെ ഞാൻ പാട്ട് കേട്ടിരുന്നു. അവള് പാടിക്കൊണ്ടാ കുളിക്കുക, നല്ല പാട്ടുകാരി ആയതുകൊണ്ട് എന്താ സൗന്ദര്യ സോപ്പ് നീമ എന്നൊക്കെ പാടി കുളിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ചേമ്പിന്റെ ഇലല്ലേ, ചേമ്പിന്റെ ഇല ഒരച്ചിട്ടാണ് അവള് തേച്ച് കുളിച്ചത്. ഈ തളിര് ചേമ്പിന്റെ ഇലല്ലേ അത് ഞാനാണ് കണ്ടുപിടിച്ചത്. ചേമ്പാന്ന് മനസ്സിലാവൂല്ലോ കേട്ടോ, പക്ഷെ എവിടേക്കോ ഇല പിച്ചിയതും കിടക്കുന്നുണ്ട്. മറ്റേത് പച്ച അരച്ചൊരു പരിവാക്കിയുണ്ട് ചേമ്പിന്റെ കഷ്ണം. അവള് മിണ്ടിയില്ലട്ടോ, എന്താ ഉണ്ടായത് നമ്മള് മിണ്ടിയില്ല. ചേമ്പിന്റെ ഇലേന്റെ വലിയ പൊട്ട് കണ്ടപ്പോഴേക്ക് മനസ്സിലായി ചേമ്പിന്റെ ഇലയാണ് ഒരച്ചു കുളിച്ചത്. ആ മുതലാണ് ചിക്കു. ചിക്കുവിന് ഇങ്ങനെ പല കഥകളും ഉണ്ട്. ചിക്കു ഇന്റെ കഥകൾ കുറെ പറയണോണ്ട് ഓളെ കഥകൾ പറഞ്ഞതാ ഞാന്. പിന്നെ ഇപ്പൊ ഓൾക്ക് പറ്റിയ കഥകൾ എന്തൊക്കെയാ? പിന്നെ ഞങ്ങൾ ചെറുപ്പത്തിൽ നല്ല തല്ലുണ്ടാക്കുമായിരുന്നു. ഞാനും ചിക്കും അജു ഉണ്ടെങ്കിൽ അജു ഞാനുമായിട്ട് 7-7.5 വയസ്സ് വ്യത്യാസമുണ്ട്. ചിക്കും ഞാനും 4 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. അപ്പം ഞങ്ങൾ തമ്മിലുള്ള മെയിൻ അടിയുടെ കാര്യം അജു ആണ്. ഞങ്ങള് അജു ചിക്കും പകരം നല്ല തല്ലുകൂടണ കാണുമ്പോ അജുവിനെ അടിക്കണത് എനിക്ക് അന്ന് സഹിക്കൂല. കാരണം അജു എനിക്ക് ചെറിയ കുട്ടിയല്ലേ. അപ്പൊ ഇവൾ അജുവിനെ അടിക്കണതൊന്നും എനിക്ക് പറ്റൂല. അതിന്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ തല്ലാവും. അജു നൈസായി സ്കൂട്ടാവും, ഞാനും ചിക്കും തമ്മിൽ ലോകത്തില്ലാത്ത തല്ലുമാവും. ഇതാണ് അജു ഞങ്ങളുടെ ഇടയിൽ കാണിച്ച, ഞങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയ ഇമ്പാക്ട്. പിന്നെ ഇപ്പൊ എന്താ, അങ്ങനെയൊക്കെയാണ് കഥകള്. അപ്പൊ ഞാനിത് അവരെയൊക്കെ വീഡിയോ കോള് വിളിച്ച് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ ആരും അജുവിനെ ഒന്നും ഒപ്പം കിട്ടാത്തതുകൊണ്ടാണ്. അജു ഒക്കെ ഉള്ളൊരു ദിവസം ഞങ്ങൾ ഈ വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ഒക്കെ ആയിട്ട് നമുക്ക് ലൈവില് ഞങ്ങൾ മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ, ലൈവില് വരാന്നുള്ളത്. അപ്പൊ നമുക്ക് കുറെ സംസാരിക്കാം. എന്നാ ശരി കേട്ടോ, ബൈ.